പേര് അയ്യൂബാണ്, കൊടുവള്ളി. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇതിന്റെ മുന്നേ വേറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരു പരിചയവും ഇല്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ താല്പര്യമില്ലായിരുന്നു. എൻ്റെ ബ്രദറിലോ ആയിട്ടുള്ള റമീസ് സാറ് മുമ്പ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം 2011 ഈ ഇൻഡസ്ട്രി അപ്പാടെ ബാൻ ചെയ്യുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു. അന്ന് മുതൽ ഞാൻ അവനോട് വീണ്ടും പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം MBA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരേക്ക് ആക്കി. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ബിസിനസ് എന്നോട് പറയാൻ അദ്ദേഹം ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് നിങ്ങളൊന്നും വന്നതുപോലെയല്ല. നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കമ്പനിയിൽ ID രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഞാൻ അറിയാതെയാണ് ഈ കമ്പനിയിൽ എൻ്റെ ID രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് 2018 നവംബർ 1 എൻ്റെ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 2019 ഏകദേശം മാർച്ചോ ഏതോ ഒരു മാസത്താണ് ഞാൻ ഈ സംഭവം അറിയുന്നത് പോലും. കാരണം എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് വാങ്ങിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി 2-3 എണ്ണം, അതും ഫോട്ടോ മാത്രമാണ് കാണിച്ചത്. അത് തരാൻ വേണ്ടിയിട്ട് ലീഡേഴ്സ് വീട്ടിൽ വന്നു. അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് എൻ്റെ മുൻധാരണകളല്ല ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. ഇതിൽ ശരിക്കും ഇത് നല്ലൊരു മേഖലയാണ്, ഇതൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പ്രോഡക്റ്റ് എടുത്തു. പക്ഷെ എന്നിട്ടും അന്ന് കേട്ട കാര്യങ്ങൾ 1-2 ദിവസം കഴിയുമ്പോഴേക്ക് അത് മനസ്സിൽ നിന്ന് പോവുകയും വീണ്ടും താല്പര്യക്കുറവ് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് വലിയൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തത്. ഇപ്പൊ ഇവിടെ അനിൽ സാറ് പറഞ്ഞു ഇവന്റിന്റെ പ്രാധാന്യം. തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ചെറിയതായിട്ടുള്ള മാറ്റങ്ങളല്ല ആ ഇവന്റ്, ആ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു 30,000 രൂപന്റെ പ്രോഡക്റ്റ് എടുത്തു. അതെന്റെ ബ്രദറിലോക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ ഇതൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ തന്നോളൂ. അപ്പോൾ സാറ് പറഞ്ഞ സമയത്ത് അതിനകത്ത് കവചപ്രാശം അദ്ദേഹത്തിന്റെ അമ്മക്ക് അലർജിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കവചപ്രാശം കൂടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അതിനുശേഷം കോഴിക്കോട് ഒരു മെഗാ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. എന്റെ ലീഡേഴ്സ് എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചതാണ്. ഞാൻ എപ്പം പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാലും സ്പോട്ടിൽ ഞാൻ റെഡിയാണെന്ന് പറയാറുണ്ട്. ആ റെഡിയാണെന്ന് പറയാറുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിക്കാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റെഡി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകില്ല, അവർക്കും അറിയാം ഞാൻ വരില്ല. ഇതേപോലെ ഒരു മെഗാ പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, സാറ് നിർബന്ധമായിട്ടും പങ്കെടുക്കണം, നമ്മുടെ ഗ്രേറ്റ് ഡയമണ്ട് ലീഡർ മുബിൻ സാർ പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എനിക്ക് ഡയമണ്ട് എന്താണെന്നറിയില്ല, മുബിൻ സാർ ആരാന്നറിയില്ല, അദ്ദേഹത്തിന്റെ വരുമാനം എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ മറ്റു ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചോളം ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവുന്നതിൽ ഒരാൾ മാത്രം. ഞാൻ അപ്പോഴും ഞാൻ വരാന്ന് പറഞ്ഞു. പക്ഷെ വരില്ല എന്നുള്ളത് എനിക്കും അറിയാം, അവർക്കും അറിയാം. അങ്ങനെ ആ ഡേറ്റിനോട് അടുത്ത സമയത്ത് തലേ ദിവസം എന്നെ ലീഡേഴ്സ് വീണ്ടും വിളിച്ച സമയത്താണ് ഞാൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്നോട് അവർ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്തു. അവസാനം ഇവര് ഒന്ന് കോള് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം, ഓക്കെ ഞാൻ നാളെ വരാം, പക്ഷെ ഉച്ചവരെ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ രാവിലെ സാർ എത്തണം, ഒരു 9:30 ആകുമ്പോഴേക്ക് എത്തിക്കോളൂ ടൗണിൽ കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ആ കോള് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ തീരുമാനിച്ചത്രേ ഉള്ളൂ, ഞാൻ പോകുന്നില്ല, ഉച്ചവരെ അല്ല, ഞാൻ തീരെ പോകുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്കിത് ആവശ്യമില്ല. എനിക്കൊരു സ്വന്തമായിട്ട് ഗൾഫിൽ ബിസിനസ് ഉണ്ട്, ഞാൻ തിരിച്ച് അവിടേക്ക് പോവുകയാണ്. കാരണം എനിക്കെന്നെ സാധ്യത ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന എന്നെ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന്, അന്ന് റമീസ് സാറ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അദ്ദേഹം ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നില്ല, പാർട്ട് ടൈം ആയിട്ട് പോലും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കമ്പനിയിലാണ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് റമീസ് സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ZTC റാങ്കിൽ നിന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ രാവിലെ എണീറ്റ് കാലി ചായ കുടിച്ച് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റമീസ് സാർ വീട്ടിലേക്ക് കയറിയത്. ഞാൻ ചോദിച്ചു, ബാംഗ്ലൂർ നീ എങ്ങനെ വന്നു, എപ്പോൾ വന്നു വീട്ടിലേക്ക് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാണ്, ഞാൻ വീട്ടിലൊന്നും കയറിയില്ല, നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് ബാംഗ്ലൂർ. ഇന്നലെ രാത്രി അവിടുന്ന് ബസ് കയറി, നമുക്ക് ഇന്ന് പ്രോഗ്രാമിന് പോകണ്ടേ. അതുകൊണ്ട് മാത്രം ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് ഇവർക്കൊന്നും പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറ്റിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവിടെ ആ ഒരു
പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന മൊബിൻ സാറിന്റെ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ലൈഫിൽ ഏൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അച്ചീവ്മെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എന്ത് ചെയ്തു, കാണിച്ചു തന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 5-6 വർഷമാണ് മൈലീഫ്ഷയിൽ അദ്ദേഹം വന്നിട്ടായിട്ടുള്ളത്. കാരണം 2019 തുടക്കത്തിലാണ്, 6 വർഷമായിട്ടുണ്ടാവും. 6 വർഷം ആയിട്ടില്ല, കാരണം 2013 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചു വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്റെ ലൈഫിലും ഇതേപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. സാധാരണക്കാരന്റെ ചെറിയ ആഗ്രഹങ്ങളല്ല, ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അത് എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം ഒരു പക്ഷേ എനിക്ക് 100% ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. കുറച്ച് എന്തെങ്കിലും അധികമായിട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. ഞാൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സിനെ നോക്കിയിട്ട് പോലുമില്ല. ഞാൻ പിന്നെ പ്രൊഡക്റ്റ് എടുത്ത് 2,70,000 ആ ആഴ്ച തന്നെ പ്രൊഡക്റ്റ് എടുത്ത്. കാരണം അത്രയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് സീരിയസ് ആവും. നമ്മൾ പല ആളുകളും ബിസിനസ് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, 50,000 പ്രൊഡക്റ്റ് എടുക്കണം, ഹോം ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളുടെ ടീമിൽ അതാ പറയാറുള്ളത്. ചിലപ്പോൾ 1 ലക്ഷത്തിന് പ്രൊഡക്റ്റ് എടുക്കാനും പറയും. ഈ 1 ലക്ഷത്തിനും 50,000 പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൂടെ അപ്ലൈൻ ലീഡർ വർക്കിന് വരുന്ന സമയത്ത് നിങ്ങൾ അറിയുന്ന നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് ബിസിനസ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും പൈസക്ക് അവനെ എടുക്കണ്ട, അവനിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറോട് പറയാം. അവരെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു പക്ഷേ പറയാറുണ്ട്, സർ അദ്ദേഹം നന്നായിട്ട് ചെയ്യും പിന്നെ, പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു സാമ്പത്തികമായുള്ള ചെറിയ പ്രയാസമുണ്ട്, അപ്പൊ അദ്ദേഹം തൽക്കാലം കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചു കൊടുത്തേ. ഓക്കെ, ഒരു 5,000 പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്തിട്ട് അല്ലെ 10,000 എടുത്തോട്ടെ, എന്നിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അദ്ദേഹം സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉഷാറായിട്ട് ചെയ്യും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സാമ്പത്തികമായിട്ട് കുറച്ച് നിരക്കുണ്ട് എന്നൊക്കെ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം ബന്ധങ്ങളുണ്ട്, സീരിയസ് ആവാൻ എന്ത് മാർഗമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ അപ്ലൈൻ ലീഡർ ഈ ഒരു പോയിന്റ് അവിടെ പറയുന്നത്. സത്യം പറയണമെങ്കിൽ ഈ 2,70,000 ആ മാസം പ്രൊഡക്റ്റ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു പക്ഷേ ഞാനും സീരിയസ് ആവില്ലായിരുന്നു. അതെനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഇതിൽ സീരിയസ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. നമ്മൾ കട തുടങ്ങി രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കുന്നത്, അല്ലെ രാത്രി വരെ നിൽക്കുന്നത്, വേറെ ഏതെങ്കിലും ഒരു വർക്കിലോ അല്ലെങ്കിൽ ഒരു ജോലിയിലോ അല്ലെ ഒരു ബിസിനസ്സിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ നമ്മൾ കമ്മിറ്റ്മെന്റ് കൂടുതൽ കാണിക്കുക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മൈലേഷ്യയിൽ നമ്മൾ ലാഗ് ചെയ്ത് വളരെ സ്ലോയിൽ പോകാനുള്ള കാരണം നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലോ, ഒരു 50,000 രൂപ കടം വാങ്ങിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ വെറുതെക്കൂല. നിങ്ങൾ പറയുന്ന മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുക്കും, പഠിക്കും, അത് സീരിയസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും, വരുമാനം ഉണ്ടാക്കാൻ നോക്കും. കാരണം കടം വാങ്ങിയ പൈസ. ഓക്കെ, ഞാൻ ഗൾഫിൽ പോയ സമയത്ത് 2005 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. ഞാൻ അവിടെ എത്തിയ സമയത്ത് എനിക്ക് അവിടുത്തെ ഭാഷ അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നില്ല. സുഹൃത്തുക്കളായുള്ള ആളുകൾ ആരും ആ ഏരിയയിൽ അപ്പോൾ ഇല്ല. എനിക്കാണെങ്കിൽ അന്ന് ഞാൻ കടയിലാണ് നിന്നത് ഫസ്റ്റ് തുടക്കത്തിൽ. എനിക്ക് കടയിൽ നിന്നിട്ട് യാതൊരു പരിചയമില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച കാര്യത്തിലുള്ളൂ, അടുത്ത ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോയാലോ. പക്ഷെ ഫ്ലൈറ്റ് നാട്ടിലേക്ക് പോകാനും പറ്റില്ല. കാരണം എന്താ, 2 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. അത് കയ്യിലില്ലാതെ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിയ ആളുകൾക്ക് അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കാര്യമുണ്ട്, ഒരു 6 മാസം എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നിട്ട് കുറച്ച് കടം വീടി കിട്ടുകയാണെങ്കിൽ എന്നിട്ട് നാട്ടിൽ പോയി കളാം. അല്ലാതെ എവിടെ നിന്നിട്ട് ജീവിക്കാൻ കഴിയും തോന്നുന്നില്ല. അപ്പൊ എന്നെ പിടിച്ചു നിർത്തിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ലക്ഷം രൂപന്റെ ബാധ്യത. അവിടുന്ന് ഞാൻ നിന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് പറയുന്ന കാര്യങ്ങൾ കുറെ മനസ്സിലാകാൻ തുടങ്ങി. സാധനങ്ങൾ എടുത്തു കൊടുക്കാനും മറ്റു കാര്യങ്ങളും, അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് കുറെയൊക്കെ വന്നു. അപ്പൊ എനിക്ക് വലിയ പ്രയാസം തോന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആദ്യം പാർട്ട് ടൈം ആയിട്ട് കുറച്ച് വേറെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 2 വർഷം ആകുമ്പോഴേക്ക് എന്റെ കടം വീടി മറ്റു കാര്യങ്ങൾ കഴിഞ്ഞു. നാട്ടിൽ വരണം എന്നുള്ള സമയമായപ്പോഴേക്ക് ഞാൻ വീണ്ടും വരാതെ അവിടെ തന്നെ നിന്നു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ നാട്ടിലേക്ക് വരുന്നത്, ആദ്യത്തെ പോക്കില്. അപ്പോഴേക്ക് സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, കാര്യങ്ങളൊക്കെ ഭംഗിയായി, നല്ല വരുമാനത്തിലേക്ക് എത്തി. സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിലൊക്കെ നല്ല വരുമാനം വരാൻ തുടങ്ങി. അപ്പൊ എന്നെ അവിടെ പിടിച്ചു നിർത്തിയ ഘടകം ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്റെ ആ ബാധ്യതയായിരുന്നു. അതേപോലെ ഒരു ബാധ്യത ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ പല ആളുകളും സീരിയസ് ആവാത്തതിന്റെ കാരണം നമ്മൾക്ക് എന്തില്ല,
ഇതിനകത്ത് വലിയ മുതൽ മുടക്കില്ല. എപ്പോൾ വേണമെങ്കിലും നിർത്താം. ആകെയുള്ളത് ഒരു 5 or 8 സോപ്പ് പേസ്റ്റും കുറച്ച് സോപ്പും ഒരു 2 ഹെയർ ഓയിലും അതിന്റെ ഷാമ്പും ഒരു 4 ബോഡി ഹീലിങ്ങും ഒരു കവചപ്രാശവും അങ്ങനെ കുറച്ച് 2 or 3 ക്യാപ്സൂളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ഇത് തീർക്കാനും നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്കും അറിയാം. അതുകൊണ്ട് മാത്രമാണ് പല ആളുകളും ഇന്ന് മൈലേജ് സ്റ്റൈലില് സീരിയസ് ആവാതെ. ഞാൻ എന്റെ സീലിംഗ് സമയത്ത് കമ്പനിയുടെ 584ാമത്തെ വീക്കില് സീലിംഗ് അച്ചീവർ ആയിരുന്നു ഞാൻ. 2,10,000 ആഴ്ച വരുമാനം വാങ്ങിച്ചത്. അത് ഒന്നും ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് 2,10 വാങ്ങുമെന്ന് എനിക്ക് വിശ്വാസമല്ലായിരുന്നു. ഞാൻ 2,10 വാങ്ങിക്കുന്ന ആഴ്ചയിൽ ഞാൻ എടുത്ത് പറയാറുണ്ട്, എനിക്ക് നഷ്ടമാണ് ആ ആഴ്ച. എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടമായത്? കാരണം കമ്പനി കണക്ക് പ്രകാരം ബിസിനസ് പോലെ മാച്ച് ചെയ്തിട്ട് അതിന് മുഴുവനായിട്ട് വരുമാനം തരികയാണെങ്കിൽ എനിക്ക് കിട്ടേണ്ട വരുമാനം 2,10,000 അല്ല, 2,34,000. കാരണം 17,50,000 മാച്ച് ചെയ്യേണ്ട സ്ഥാനത്തേക്ക് എനിക്ക് 19,50,000 അടുത്ത് മാച്ച് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം വാഷ് ഔട്ടാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ സീലിംഗ് നടക്കുമെന്ന് പോലും സംശയമായിരുന്നു എനിക്ക്. ടീമിന്റെ ശക്തമായുള്ള സപ്പോർട്ടും അതിനോടൊപ്പം ലീഡേഴ്സിന്റെ സപ്പോർട്ടും കൂടെ കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിച്ചങ്ങളെ അപ്പുറത്തേക്ക് ഇത് ചെന്നെത്തി എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ 39, ഞങ്ങളുടെ ടീം 39 50,000 പാക്കേജ് സെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ ആഴ്ചയിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 39 സെയിൽ 50,000. അവരൊക്കെ ഇന്ന് ലൈവായിട്ട് ടീമിലുണ്ട്. കാരണം എടുക്കുന്ന സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് മിനിമം ഒരു GTS അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് സെയിൽ എടുക്കാം എന്നുള്ള കണ്ടീഷൻസ് അങ്ങോട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൽ മുഴുവൻ ആളുകളും ഇന്ന് ലൈവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകൾ തീർത്ത് വീണ്ടും പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും നല്ല റാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രേ ഇതിനകത്തുള്ളൂ. നിങ്ങൾ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിന്റെ കൂടെ ഉണ്ടോ, നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ ഒരു സഹായിക്കാൻ ലീഡേഴ്സ് വിളിച്ച സമയത്ത് ലീഡർ വന്നില്ല എന്നും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സിസ്റ്റം കറക്റ്റ് ആണ്. GTS സെന്റർ ഉണ്ട്, നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനോ യൂട്യൂബിൽ ഡോക്ടർ ട്രെയിനിങ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ലീഡറെ കിട്ടില്ല എന്നുള്ളത് വെറും വാക്ക് മാത്രം. അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ പറഞ്ഞ സീലിംഗ് അടിച്ച സമയത്ത് എന്റെ ഒരു അപ്ലൈൻ ലീഡറെ ഒരു വർക്കിന് പോലും ഞാൻ സപ്പോർട്ടിന് വിളിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആഴ്ചയിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ അതിന്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഡാറ്റ ഷീറ്റ് നിങ്ങളെ കയ്യിൽ വേണം. നിങ്ങൾ ഈ ആഴ്ചയിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? നേരത്തെ ബാലകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ പെർഫോമൻസ് ബോണസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 9 പെർഫോമൻസ് ബോണസ് ഞാൻ നേടി, 3 മിസ്സായി. 9 പെർഫോമൻസ് ബോണസ് എങ്ങനെ നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വ്യക്തമായുള്ള ടാർഗറ്റ് ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈലേജ് ബിസിനസ്. കാരണം നിങ്ങൾക്ക് ആരൊക്കെ കാണണം, എവിടെയൊക്കെ സെയിൽസ് വരാൻ സാധ്യതയുണ്ട്, ഏത് ലീഡറാണ് ഫുൾ ടൈം ആയിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, ആരെ കൂടെ നിന്നാൽ അവർക്കും നമുക്കും നേട്ടമുണ്ടാവും എന്നുള്ളതിന്റെ ഒരു പ്ലാൻ, ഒരു ലിസ്റ്റ് നിങ്ങളെ കയ്യിൽ വേണം. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവരുടെ ടീമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ നമ്മളൊരു പ്ലാൻ കൊടുത്ത് ഒരു ഹോം മീറ്റിംഗ് നടത്തി കൊടുത്ത് അല്ലെങ്കിൽ വേറെ ഒരു 1-2 കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തിരിച്ച് നമ്മൾ പോന്നു കഴിഞ്ഞാലും ആ ലീഡർ ഫോളോ അപ്പിൽ അവിടെ എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ആ ചെയ്ത വർക്കിന് ഒരു കാര്യമില്ല, ആ ദിവസം നഷ്ടപ്പെട്ടു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് TC വരെ ആവുന്ന ലീഡേഴ്സിന്റെ അടുത്ത്, ഇപ്പൊ സ്റ്റാർ, റൂബി, TC ലെവലിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ്, നിങ്ങൾക്ക് വർക്ക് വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് ടീം വളരെ കുറവായിരിക്കും. ഒരു 10 പേരടങ്ങുന്ന ടീം മാത്രമേ ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവും. ആക്റ്റീവായിട്ട് 10 പേരെ ഉണ്ടാവും മാക്സിമം. അവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ടീം റോക്കറ്റ് പോലെ മേലോടും. ഒരു NTC ലീഡർ അല്ലെ RTC ലീഡർ, STC ലീഡർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാ ലീഡേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തേക്കും എത്തിച്ചില്ല എന്ന് പറയുമ്പോൾ അവര് വരും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫോളോ അപ്പും അതിന്റെ സെയിൽ ക്ലോസിങ്ങും മറ്റു കാര്യങ്ങളും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അവരെ ലിസ്റ്റ് ഇടിക്കലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യലും ഈ ഒരു സ്റ്റാർ മുതൽക്ക് മേലോട്ട് ലീഡേഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങളെ റാങ്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഞാൻ ചെയ്ത ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാം.
2019 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2020 പകുതിയാകുന്ന സമയത്ത്, കൊറോണ വന്ന സമയത്തൊക്കെ ഞാൻ എന്റെ കണക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് താഴെയാണ്. ഈ ബിസിനസ് വലിയ വരുമാനത്തിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ 3 ലക്ഷത്തോളം വരുമാനം വാങ്ങിച്ച ശമ്പളമല്ലായിരുന്നു, സ്വന്തം ബിസിനസ് ആയിരുന്നു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ ഈ ലാപ്പിലുണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാറുണ്ട്. 8 മാസത്തെ സ്റ്റേറ്റ്മെന്റ് 2019 ഞാൻ അത് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ശരാശരി 2,44,000 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ശരാശരി ഓരോ മാസവും അതിനകത്ത് കാണാം. എന്റെ ചെലവും എന്റെ അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ എമൗണ്ട് എനിക്ക് ബാങ്കിൽ ഇടാൻ കഴിയുന്നത്. അതായത് ചില മാസങ്ങളിൽ 3 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എന്തിനു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷെ അന്ന് കിട്ടും, പക്ഷെ ഭാവിയിൽ കിട്ടിക്കൊള്ളുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനേക്കാൾ ഏൺ ചെയ്യാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. കാരണം ഫാമിലി എന്റെ കൂടെ അവിടെ സെറ്റിൽ ആയിരുന്നു 6 വർഷത്തോളം. കുട്ടികളൊക്കെ അവിടെ സ്കൂളിലായിരുന്നു. ഇവിടെ ഉപ്പയും ഉമ്മയും ഒറ്റയ്ക്കായിരുന്നു. അവർക്ക് വേറെ കൂട്ടിന് ആരും ഇല്ലായിരുന്നു. നാട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു 14 വർഷം കൊണ്ട്. എന്റെ അടുത്ത എല്ലാ സുഹൃത്തുക്കളുടെ കല്യാണത്തിലും ആകെ 2 പേരുടെ കല്യാണത്തിന് മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി ഒരാളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കുടുംബത്തിൽ ഒരുപാട് കല്യാണങ്ങൾ അടക്കമുള്ള വലിയ ഫംഗ്ഷനുകളിലൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഗൾഫിലായിരുന്നു. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നത്. ഇന്ന് അതിനൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ആ ചെറുപ്പ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവുക, നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് എന്നെ വലിയ ആഗ്രഹമായി മാറി. ആ സമയത്താണ് വലിയ മുതൽ മുടക്കില്ലാതെ ഞാൻ മുതൽ മുടക്കിയിട്ട് 1-2 ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കുറുവിളി എന്ന് പറഞ്ഞ സ്വർണത്തിന്റെ മേഖലയാണ്. സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എടുത്തിട്ട് എന്റെ ഒരു സുഹൃത്ത് സിനിമ പിടിച്ചു. അതിലേക്ക് ഫണ്ട് തിരിമറി ചെയ്തു. ആ സിനിമ പിന്നെ വിജയിക്കാതെ പോയി. വലിയൊരു സാമ്പത്തിക നഷ്ടം ആ രീതി അങ്ങനെ ഉണ്ടായി. ഏകദേശം ഒരു 10-30 ലക്ഷത്തിന് മേലെ സാമ്പത്തിക നഷ്ടം അങ്ങനെ ഉണ്ടായി. അറിയാത്ത മേഖലയാണ്. ഞാൻ ലൈവ് അല്ല, എനിക്ക് താല്പര്യം ഇല്ലാതിനോട് കൂടി എന്റെ സുഹൃത്ത് എന്നെ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടിയിട്ട് ഫണ്ട് അതിന് കളക്ട് ചെയ്ത് വെച്ച് കൊടുത്തു. അത് ഏകദേശം മുഴുവനായിട്ട് തന്നെ പറയാം. ആ സമയത്ത് സിനിമാ മേഖലയിൽ വേറൊരു പ്രതിസന്ധി കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കാരണമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലൈഫിൽ ഒരു പാടായിരുന്നു. നമ്മൾ അറിയാത്ത മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായുള്ള ധാരണ നമുക്ക് വേണം. അത് എങ്ങോട്ട് പോകുന്നു നമ്മൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം നമുക്ക് കൊണ്ടുവരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് കൂടാതെ സ്വർണ്ണ മേഖലയിൽ അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ട് വലിയ മുതൽ മുടക്ക് നടത്തുന്ന മേഖലകളൊന്നും വലിയ രീതിയിലുള്ള റിട്ടേൺസ് വരില്ല, പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മൈലേഷ്യയിലെ പഠിച്ച സമയത്ത് വലിയ മുതൽ മുടക്കില്ല. ഇനി മുടക്കി കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് നമുക്ക് കൈ കിട്ടുന്നുണ്ട്, അല്ലാതെ നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന് മനസ്സിലായി. എന്നാൽ നേടിയെടുക്കുകയാണെങ്കിലും ഒരുപാട് നേടാനുണ്ടെന്നുള്ളതും ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഫുൾ ടൈം ആയിട്ട് മലേഷ്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞ സമയത്ത് എന്നോട് വൈഫ് ചോദിച്ചത്, നമ്മൾ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുക. കാരണം ചെലവാക്കാൻ പറ്റുന്നില്ല, വരുമാനം കുറഞ്ഞു. കോവിഡ് വന്ന സമയത്ത് ഗൾഫിലെ വരുമാനം പൂർണ്ണമായിരുന്നു. പക്ഷെ വൈഫിനോട് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞാൻ എന്തെങ്കിലും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നു. ഈ കഴിഞ്ഞ ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ രാത്രി ഞങ്ങൾ കിടന്ന സമയത്ത് ഒരു 2-3 മാസത്തെ ഇൻകം ഞാനും അവളും കൂടെ ഇരുന്ന് കൂട്ടി. അവൾ TC ലീഡറാണ്, ഇപ്പൊ ടീച്ചറാണ്. അപ്പോ ഈ കൂട്ടിയ സമയത്ത് ഓരോ മാസവും ഒരു 1.25 ലക്ഷത്തിന് മേലെ മാസവരുമാനം എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ അവൾക്ക് കാണിച്ചു. ചില മാസങ്ങളിൽ 1.5 ലക്ഷത്തിന് മേലെ പോയി. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. ഇത്രത്തോളം വരുമാനം ഒരു പക്ഷേ ഗൾഫിൽ ഇനി കിട്ടിക്കൊള്ളണം എന്നില്ല, എന്നിരുന്നാലും ഇതിനേക്കാൾ സാധ്യത ഇനിയും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു തീരുമാനമായിരുന്നു അന്ന് എടുത്തിരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഈ ബിസിനസ്. എന്റെ തുടക്ക സമയത്ത് വളരെ ചെറിയ വരുമാനം. 1 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്ത 2 മണ്ടത്തരങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറയരുത്, അല്ലെ? ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്തില്ലായിരുന്നു. കാരണം എന്റെ ഒരു സാധാരണ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ച കാര്യത്തിലേ ഉള്ളൂ. പെണ്ണും ബുക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു 10-15 വർഷമായി. എഴുത്തും കുത്തൊക്കെ നമ്മൾ നിർത്തി. അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഫോണുണ്ട് സകല കാര്യത്തിൽ. ഇനിയിപ്പോ തലക്കെന്നൊന്ന് എഴുതി വെച്ചു, പിന്നെ അത് നോക്കി കുട്ടികളെ പോലെ പിന്നെ അത് ഫോളോ ചെയ്ത് വിളിച്ച്
അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ഫോൺ ഇഷ്ടംപോലെ നമ്പർ ഉണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഏത് നമ്പർ വേണമെങ്കിലും ഞാൻ അപ്പൊ നോക്കിയിട്ട് തപ്പിയെടുത്ത് വിളിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സിമ്പിൾ. ഇന്ന് ഞാൻ വേറെ എഴുതി വെക്കണം. അത് എന്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം എന്റെ ഫോണിൽ 1000-ഓളം നമ്പറുകൾ ആ സമയത്തുണ്ട്. ഞാൻ ഒരു ദിവസം നോക്കുന്ന സമയത്താണ് ഈ നമ്പറുകൾ പല ആളുടെയും നമ്പർ എന്റെ കയ്യിലുണ്ടെന്ന് അറിയുന്നത് പോലും അപ്പോഴാണ്. നമ്മളിപ്പോ ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ ഞാൻ മോഹനേട്ടനെ വിളിക്കണം. ഞാൻ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് MOH എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ മോഹൻ എന്ന് കാണിക്കും. ഞാൻ അയാളെ വിളിക്കും. എന്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഓരോ ശ്രീസാർ ആണെങ്കിൽ SRE എന്ന് അടിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേര് കാണും, ശ്രീജിത്ത്. ഇങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ മാത്രം നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് വിളിക്കുക ചെയ്യുന്നത്. നമ്മളെ മൊബൈലിനകത്ത് ബാക്കി എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്ന പോലും. ഓക്കെ, അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നത് പല ആളുകളെയും, ഒരു 10-25 വ്യക്തികളുടെ നമ്പർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പോലും ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പല ആളുകളെയും ഞാൻ വർഷങ്ങളായി വിളിച്ചിട്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ മൊബൈലിലുള്ള കോൺടാക്ട് നമ്പർ എനിക്ക് ആവശ്യമുള്ള സമയത്ത് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ഇല്ല എന്ന് വിചാരിക്കുന്ന പല ആളുകളുടെ നമ്പർ അതിനകത്തുണ്ട്. നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പല ആളുടെയും നമ്പർ ആ സമയത്ത് അതിനകത്ത് ഇല്ല. ഓക്കെ, ഇവരൊന്നും നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നില്ല, ബന്ധപ്പെടുന്നോ അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും രീതിയിൽ കാണുകയോ ഒരു പക്ഷേ ചെയ്യാൻ സാധ്യത. അപ്പൊ ഇവരിലേക്ക് നമ്മൾ ബിസിനസ് പറയുകയോ അല്ലെങ്കിൽ അതിനാ കോണ്ടാക്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുകയോ ചെയ്യാതെ പോകും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 100 പേരെ ലിസ്റ്റ് ചെയ്തു. എന്നാ പിന്നെ ഞാൻ അതുകൊണ്ടായിരിക്കാം എനിക്ക് വേണ്ട രീതിയിലുള്ള വളർച്ച ഇല്ലാത്തതെന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമത്തെ മിസ്റ്റേക്ക്, പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. GTS എല്ലാ ആഴ്ചയും കണ്ടിന്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഏതെങ്കിലും ഒരാഴ്ച മാത്രമേ GTS പോകാറില്ല. അവിടെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഞാൻ പ്ലാൻ പറയുന്ന സമയത്ത് നെഗറ്റീവ് പറയുമ്പോൾ എന്റെ ചാർജ് പോയി. നിങ്ങൾക്ക് സംഭവിക്കും. 2-3 വ്യക്തികളുടെ ബിസിനസ് പറഞ്ഞ സമയത്ത് അവര് ഇതൊക്കെ തട്ടിപ്പരിപാടി ഇടാൻ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തു, ഇതൊന്നും കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമുക്ക് ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്, നമുക്ക് ഈ കമ്പനിയിൽ വിശ്വാസക്കുറവുണ്ട്, നമുക്കിത് അവതരിപ്പിക്കാനുള്ള കഴിവ് കുറവുണ്ട്, ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് നിർബന്ധം. അങ്ങനെ ഈ 2 കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ടീം വളരാൻ തുടങ്ങി. 100 പേരെ ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്ന 3 പേരാണ് എനിക്ക് ജോയിൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 പേരെ ലിസ്റ്റ് ചെയ്തിട്ട് 3 പേരാണ് ജോയിൻ ചെയ്തത്. പക്ഷെ രണ്ടാമത് ഞാൻ DTC റാങ്കെന്ന പുതിയ ലിസ്റ്റ് വീണ്ടും ഉണ്ടാക്കി. അന്ന് ഞാൻ 60 പേരെ ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ 16 പേര് ജോയിൻ ചെയ്തു, 9 പേര് സ്റ്റിക്ക് ഓൺ ചെയ്തു. നോക്കൂ, 100 പേരിൽ 3 പേരാണ് ജോയിൻ ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് 60 പേരിൽ 16 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട്. അപ്പൊ രണ്ടാമത്തെ ലിസ്റ്റിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം എനിക്ക് ഈ ബിസിനസ് മനസ്സിലായി, സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ വീണ്ടും സെലക്ട് ചെയ്യാൻ തുടങ്ങി, അതിലേക്ക് നന്നായിട്ട് ബിസിനസ് പറയാൻ തുടങ്ങി. ബിസിനസ് പറയാൻ എനിക്ക് കഴിവുണ്ടായി, എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റി. മുമ്പത്തെ അങ്ങനെ അല്ലായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് പറയാനുള്ള അറിവില്ലായിരുന്നു. ഞാൻ എന്റെ പ്രധാന ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട്, നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ നിർത്തിപ്പോയിക്കോളൂ. നിങ്ങളെ കണ്ടല്ല ഞാൻ മൈലേഷ്യ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ മുഴുവൻ ആളുകൾ നിർത്തിപ്പോയാലും നാളെ തൊട്ട് ഈ പുതിയ ടീമിനെ ഉണ്ടാക്കും. കാരണം ഈ ബിസിനസ് എന്താണെന്നും ഇത് പ്ലാൻ എങ്ങനെ കൊടുക്കാന്നുള്ളതും ടീമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതും ഇന്ന് പഠിച്ച ആളാണ് ഞാൻ. പക്ഷെ മൈലേഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കിതൊന്നും അറിയില്ല. ഇന്ന് നമുക്കറിയാം, പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് നമുക്കുണ്ട്, ഇതെങ്ങനെ വിൽക്കാമെന്ന് നമുക്കറിയാം, ഇതെങ്ങനെ വിൽപ്പിക്കാമെന്ന് നമുക്കറിയാം, ടീമിനെ ഡെവലപ്പ് ചെയ്യൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ സ്വന്തമായിട്ട് കഴിവുണ്ടാക്കിയെടുത്ത ആളുകളാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇനി മുന്നോട്ട് ഒരാളെ കൂസാതെ നന്നായിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അതിനുള്ള അറിവ് നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടും കൃത്യമായൊരു സിസ്റ്റം പ്രകാരം പോകുന്നത് കൊണ്ടും. അങ്ങനെ ഒരു വർഷത്തിൽ ഞാൻ ഒരു വർഷം ബിസിനസ് ചെയ്ത് ബാക്കോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിൽ 4 ലക്ഷം ബിസിനസ് വോളി ആണെങ്കിൽ മറ്റേ ഓർഗനൈസേഷനിൽ 19 ലക്ഷം ബിസിനസ് വോളി. 19 ലക്ഷം ബിസിനസ് വോളി ഞാൻ ടീമിനെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കി. ഒരു ഓർഗനൈസേഷനിൽ ഞാൻ റീറ്റെയിൽ ചെയ്തും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തും മാത്രം 4 ലക്ഷം. എന്റെ കൂടെ അതേ സമയത്ത് ജോയിൻ ചെയ്ത വ്യക്തി DTC റാങ്ക് എത്തി. അദ്ദേഹം വന്ന് കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഞാനും വന്നിട്ടുണ്ട്. TC ഞങ്ങൾ ഒന്നിച്ചാണ് ആയത്. പക്ഷേ ATC അദ്ദേഹം നേരത്തെ ആയി. അദ്ദേഹം DTC സമയത്ത് ഞാൻ TC റാങ്ക് എത്തി.
നിങ്ങൾ ആലോചിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യം. ആ സമയത്താണ് കമ്പനി ഒരു DTC മീറ്റിംഗ് വെച്ചു കണ്ണൂർ. ഇവരെല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ TC റാങ്കിലാണ്. അതെന്നെ വളരെ വിഷമിപ്പിച്ചു. അവിടുന്ന് ഒരു വളരെ ശക്തമായ തീരുമാനം എടുത്തു. ആ സമയത്താണ് ഉമർ സാർ എന്റെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരുമകനാണ് ഞാൻ പ്രൊഡക്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് എയർ ഓയിൽ ഒന്ന് വാങ്ങും, ഒരു കഫില് വാങ്ങും, ഒരു വുമൺ കമ്പാനിയൻ വാങ്ങും. കാരണം ഒരു ഉസ്താദാണ്, ചെറിയ വരുമാനമേ ഉള്ളൂ, ഉള്ളതിന് വാങ്ങുകയാണ്. അത് ഞാൻ കാവിലുമാരം പള്ളിയിലേക്ക് കൊണ്ടു കൊടുക്കും. അദ്ദേഹത്തിനെ ഇരുത്തി ലിസ്റ്റ് ചെയ്ത സമയത്താണ് അമ്മോശന്റെ, അതായത് ഭാര്യന്റെ വൈഫിന്റെ പേര് അദ്ദേഹം എഴുതുന്നത്. കുറച്ചൊരു 50 പേരെ ലിസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. ഞാൻ പറഞ്ഞു, ഇയാളെ നിങ്ങൾ ബിസിനസ് പറഞ്ഞു തുടങ്ങണം, സംശയം ഉണ്ടാകുന്ന സമയത്ത് എന്നെ വിളിക്കുക, ഒരു ചാൻസ് ഉണ്ടാക്കിയാൽ ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഉമർ സാറിനും ഇദ്ദേഹം സംസാരിച്ച് എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. ഉമർ സാറ് കാര്യങ്ങൾ വ്യക്തമാവുന്നു, ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്നു. എന്നേക്കാൾ നേരത്തെ NTC റാങ്കും ഇനി മിക്കവാറും എന്നേക്കാൾ നേരത്തെ CTC റാങ്കിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി. ഓക്കെ, എന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ കൂടെ കിട്ടിയിരുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, TC റാങ്കിൽ നിന്ന് DTC റാങ്കിലുള്ള ആള് ZTC എത്തുന്നതിന് മുന്നേ ആദ്യം ZTC ആയത് ഞാനാണ്. DTC ആണല്ല ആദ്യം ZTC ആയത് ഞാനായത്. അദ്ദേഹം ZTC ആയി 2 മാസം കഴിയുമ്പോഴേക്കും ഞാൻ STC. ഓക്കെ, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ പോയോന്ന് അറിയില്ല. എന്ന് അദ്ദേഹം STCയിൽ എപ്പോഴും ഉണ്ട്, ഞാൻ NTCയിലും. അപ്പൊ ഈ ബിസിനസ് ഇന്ന് നിങ്ങൾക്ക് ടീമില്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു 3 മാസം സമയം നോക്കാതെ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തലവര മാറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ബിസിനസ് സംഭവിക്കും. ഓക്കെ, മറ്റുള്ള ഏത് ബിസിനസ് പോലെയല്ല. മറ്റുള്ള ബിസിനസ്സിലോ വർക്കിലോ നിങ്ങൾ 2-3 മാസം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 3 മാസം മാത്രം വരുമാനം കിട്ടും. 4ാമത്തെ മാസം നിങ്ങൾ എഫേർട്ട് ഇട്ടില്ല കഴിഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾ 3 മാസം ചെയ്ത എഫേർട്ടിന് ലൈഫ് ടൈം, നിങ്ങൾ മരിക്കുന്നത് വരെ അല്ലെ അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിനും നോമിനേഷൻ ഫെസിലിറ്റി പ്രകാരം വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ആ ഒരു എഫേർട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും അതിന്റെ ഇൻകം. എനിക്ക് സംഭവിച്ച കാര്യം, ആ 3 മാസം ഞാൻ ഒന്നും നോക്കാതെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തിട്ട് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ചേറൂര്, ധാരാണി, അലിക്കുനൂസ് ഇങ്ങനെ പിടിച്ച ടീമിനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഹോം മീറ്റിങ്ങുകൾ കൊടുത്തു, അവിടെ 1-to-1 കൊടുത്തു. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഞാൻ രാവിലെ അങ്ങോട്ട് വിടുമായിരുന്നു. എന്റെ മക്കൾ എന്നെ കാണുക രാത്രി കിടന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് അതിരാവിലെ ഞാൻ ഇറങ്ങും. ആ സമയത്ത് കാണും, രാത്രി ലേറ്റ് ആയിട്ട് എത്താം. വീട്ടിൽ പോലും സമയത്തിന് ഞാൻ എത്താറില്ലായിരുന്നു. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഞാൻ തിരഞ്ഞെടുത്ത മേഖല നഷ്ടമായി പോയി എനിക്ക് ഒരിക്കലും തോന്നരുത്. അങ്ങനെയാണ് അവിടെ ശക്തമായുള്ള ടീം വന്നത്, ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി. ഇന്ന് ആ ഭാഗം തിരിഞ്ഞു നോക്കണ്ട. എനിക്ക് 8 കോടിക്ക് മേലെ ബിസിനസ് കൂടി ഉണ്ട്. ഇവിടെ 3 കോടി ബിസിനസ് കൂടി ആവുന്നതായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ ഒരു ശക്തമായുള്ള ടീം എന്ത് ചെയ്താൻ തുടങ്ങി, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് എന്നെക്കാൾ കഴിവും അറിവും ആഗ്രഹമുള്ള ആളുകൾ ടീമിലേക്ക് വന്നു. അവിടെ നമ്മൾ കൃത്യമായിട്ട് സ്മാർട്ട് വർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു മടിയും കാണിക്കണം. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആരായിരിക്കണം എന്നുള്ള ഒരു മുൻധാരണയും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത, ഇന്ന് വരെ ഒരു കാര്യവും ഏറ്റെടുക്കാത്ത വ്യക്തി പോലും ഇതിലൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളല്ല, നിങ്ങൾ അപ്ലൈ ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ട്. അവരായിരിക്കും നിങ്ങളെ രക്ഷപ്പെട്ടു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആവാനുള്ള കാരണം ഇന്ന് മൈലേഷ്യയിൽ എനിക്ക് സമ്മാനിച്ചത് ചുരുക്കി പറഞ്ഞാൽ മുബീൻ മുഹമ്മദ് സാറിന്റെ ആ ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിൽ ഉച്ചയ്ക്ക് പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ബന്ധു പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ദിവസം ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണ് ഞാൻ വരാം. ചുരുക്കി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇറങ്ങൽ നിർബന്ധിത അവസ്ഥയിലായി പോയത് കൊണ്ട് മാത്രം, അതല്ലേ ആ പ്രോഗ്രാം വൈകുന്നേരം വരെ ഇരിക്കേണ്ട ഒരാളെ ഞാൻ, എനിക്ക് 100% അതിനകത്ത് കുറ്റബോധം ഒന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ടീമിലുണ്ട്, അല്ലെ നിങ്ങൾ ഇനി ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കാനുണ്ട്. ആ വ്യക്തിനെ നിങ്ങൾ ഇതുപോലത്തെ പ്രോഗ്രാം കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ആ വ്യക്തി ബിസിനസ്സിനെ മനസ്സിലാക്കുക. പല കപ്പാസിറ്റി ഉള്ള ആളുകളും മൈലേഷ്യൽ ബിസിനസ് ഏറ്റെടുത്തത് മെഗാ പ്രോഗ്രാമുകൾ മുഖേന, ഇവന്റുകൾ മുഖേന. അതെനിക്കറിയാം. ശരിക്കും നമ്മൾ സാധാരണക്കാരനെ GTS കേൾപ്പിക്കുന്ന സമയത്ത് നല്ല കപ്പാസിറ്റി ഉള്ള വ്യക്തികളെ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവന്റുകളിൽ പങ്കെടുപ്പിക്കാനാണ്. ഇന്ന് ലൈഫിൽ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും സന്തോഷം കിട്ടാത്ത ഒരുപാട് ആളുകൾ ഇല്ലേ? വരുമാനം കുറെ ഉണ്ടാവും, പക്ഷെ ലൈഫിൽ എന്തില്ല, സമയവും ഇല്ല, സന്തോഷവും ഇല്ല. സമയം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകാൻ പറ്റും.
ഈ ബിസിനസ് അങ്ങനെയല്ല. ഇതിൽ ഇവന്റുകൾ കാണുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാകുക അത്രയും എൻജോയ്മെന്റ്. കാരണം പല ലീഡേഴ്സും അവരെ ഒരുപാട് ടൂർ പോയ കാര്യങ്ങളും മറ്റുള്ളൊക്കെ ഇതിനകത്ത് കാണിക്കും. അത് കാണുന്ന സമയത്താണ് ഇവർക്കും മനസ്സിലാവുക എനിക്കും ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായതുപോലെ എനിക്ക് അന്ന് അങ്ങനെ മനസ്സിലായത്. ഞാനൊരു ടൂറിന്റെ ആശാനായിരുന്നു. എനിക്ക് എത്ര ടൂർ പോയി കഴിഞ്ഞാലും മടുപ്പ് വരില്ല. ഒരുപാട് രാജ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് 2-3 രാജ്യങ്ങളിലൊക്കെ പോയി ബാക്കിയുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്ത് ഇത് പോകാൻ പറ്റുമോ ഇല്ലേ എന്ന് ഇങ്ങനെ സംശയിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോഗ്രാം വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ വെളിയിലുണ്ട്. ഓക്കെ, ഈ കഴിഞ്ഞ ക്ലോസിങ്ങില് വീക്കിലി ക്ലോസിങ് നമുക്കറിയാം പെരുന്നാളിന്റെ സമയത്തായിരുന്നു. പെരുന്നാളിന്റെ സമയത്ത് എനിക്ക് ക്ലോസിങ് കഴിഞ്ഞ സമയത്ത് എന്റെ ഈ വീക്കിലി ഇൻകം 39,000. ഈ 39,000 വരുമാനം കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യത്രേ ഉള്ളൂ, പെരുന്നാളിന്റെ തലേ ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അന്നാണ് ആ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച അല്ല, ശനിയാഴ്ച വർക്ക് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ഞാൻ വർക്ക് ചെയ്തില്ല. തിങ്കളാഴ്ചയാണ് പെരുന്നാൾ. ഞായറാഴ്ച ഞാൻ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജസ്റ്റ് കുറച്ച് കാര്യവും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അതേ ഞാൻ അന്ന് ചെയ്ത വർക്കുള്ളൂ. പിറ്റേന്ന് പെരുന്നാളാണ്, വർക്ക് ചെയ്തിട്ടില്ല. അതിന്റെ പിറ്റേന്ന് പെരുന്നാൾ പിറ്റേന്നും വർക്കില്ല. പിന്നെ 2 ദിവസം മൈസൂരായിരുന്നു ഫാമിലി ആയിട്ട്. എന്റെ ഫാമിലി മാത്രമല്ല, അമ്മാവന്മാരെ മൊത്തം ഫാമിലി 56 ആളുകളുടെ മൊത്തം ഉത്തരവാദിത്തം എന്റെ തലയിലായിരുന്നു. അവിടെ റിസോർട്ട് വാടകയ്ക്ക് എടുത്തു, മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, എല്ലാ അറേഞ്ച്മെന്റും ചെയ്ത് ഞാനായിരുന്നു. അപ്പൊ 2 ദിവസം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റിയിട്ടില്ല. ബാക്കി വന്ന 3 ദിവസമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോഴേക്ക് ആ മന്ത് ക്ലോസിംഗ് ആണ്, അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 7 ദിവസത്തിൽ ഞാൻ 3 ദിവസം വർക്ക് ചെയ്തത്. ബാക്കി 4 ദിവസം വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഈ 3 ദിവസത്തിന് ഒരു ദിവസം ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്ത് ജസ്റ്റ് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പോകും. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യത്തിലേ ഉള്ളൂ, 3 ദിവസം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ 39,000, ഒരു ദിവസം 13,000. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് എന്ത് യോഗ്യത വരുമാനം വാങ്ങിക്കാനുള്ളത്? ഞാൻ പലപ്പോഴും ചിന്തിച്ച കാര്യം. ഒരു സമയത്ത് എനിക്ക് ചായ കുടിക്കാൻ പോലും തയ്യാതിരുന്ന വരുമാനത്തിൽ നിന്ന് വലിയ വരുമാനത്തിലേക്ക് മാറി. ഇല്ല, എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1.5 ലക്ഷത്തിനടുത്ത് അല്ല അതിന്റെ മുകളിലേക്ക് മാസം ചെയ്യുന്നുണ്ട് ശരാശരി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം 2.5 ലക്ഷവും അതിന്റെ അടുത്ത വർഷം 4 ലക്ഷത്തിന്റെ മേലേക്കും ആക്കാനുള്ള പ്ലാനിങ്ങിൽ അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഈ വരുമാനം നിലനിർത്താൻ ഞാൻ ഇന്ന് വർക്കിന് പോയിക്കൊള്ളുന്നില്ല, നാളെയും പോയിക്കൊള്ളുന്നില്ല. ഒരു മാസം നിർത്തി വെച്ചാലും ഏകദേശം അതൊക്കെ വരും. പക്ഷെ എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. അടുത്ത വർഷം CTC ആവണം, അതിന്റെ അടുത്ത വർഷം ITC ആവണം, പിന്നെ 2 വർഷം കൂടി കഴിഞ്ഞാൽ ഡയമണ്ട് ആവണം. 2029 അല്ലെങ്കിൽ 2030 ഞാൻ നിർബന്ധമായിട്ടും ഡയമണ്ട് റാങ്കിൽ എത്തിയിരിക്കണം. ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം വരുമാനം എത്ര ഉണ്ടാവും എന്നൊക്കെ എന്തെങ്കിലും ഊഹണ്ടോ? ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നത് മിനിമം ഒരു 15 ലക്ഷം ഉണ്ടാവും ഒരു മാസം. ഒരു 20 ലക്ഷം ശരാശരി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 4 ലെഗിൽ ലൈവായി ടീമുണ്ട്, അത് നല്ല ടീമാണ്. 5 കോടി പെയർ മാച്ച് 4 ലെഗ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡയമണ്ട് ആവുന്നത്. ആ വരുമാനത്തിന് പുറമെ കമ്പനിന്റെ 0.5% ടേൺ ഓവർ വരുമാനം വേറെ കിട്ടും, റോയൽറ്റി. അതുകൂടാതെയോ റാങ്കിങ്ങോ ഏകദേശം ഒരു 5% മേലെ റാങ്കിങ്ങും കിട്ടും. പെയർ മാച്ചിങ് വരുമാനം വേറെ കിട്ടും. ഇതെല്ലാം കൂടി കൂടുന്ന സമയത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 10-20 ലക്ഷം രൂപ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ആ റാങ്കൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതിനുവേണ്ടി പണിയെടുക്കണം. ഇപ്പൊ കിട്ടുന്ന വരുമാനം ഒന്നും വരുമാനേ അല്ല. നിങ്ങളെ കഷ്ടപ്പാടുകളും നിങ്ങളെ സകലതും മാറ്റി മറിച്ചുകൊണ്ട് ഈ ബിസിനസ് നിങ്ങളെ കൊണ്ട് ഓടും. പക്ഷെ അതിന് നിങ്ങൾ ഇപ്പൊ പണിയെടുക്കണം. ഞാൻ ഇത്ര വർഷം, അയ്യൂബ് സാർ പറഞ്ഞ 5 വർഷം കഴിഞ്ഞാൽ ഡയമണ്ട് ആവുന്നല്ലേ. അപ്പൊ അയ്യൂബ് സാർ വന്നിട്ട് 5 വർഷം 10 വർഷം, എന്നാ പിന്നെ 10 വർഷം കൊണ്ട് ഞാനും ആവും. ഒരു കാര്യമില്ല. ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് ഞാനാവുന്ന വിചാരിച്ചെന്ന് ഇവിടെ വെറുതെ കിടന്നുറങ്ങിക്കൊണ്ട് ഒരു കാര്യമില്ല. അതിന് ഇന്ന് ചെയ്യണം, നാളെ ചെയ്യണം, നാളെ ചെയ്യണം, ഈ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യണം. മടി ഉണ്ടാവരുത്. മടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നശിപ്പിക്കും. നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണം. ഇന്ന് ഈ സൂം മീറ്റിംഗുള്ള മുഴുവൻ ആളുകളും മൈലേഷ്യൽ നിർത്തിച്ചാൽ കമ്പനി അറിയ പോലും ഇല്ല. അറിയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് 2000 കോടി ക്രോസ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്, അത്രയും ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ വേണ്ട സമയത്ത് കിട്ടാത്ത അവസ്ഥയിൽ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഡയറക്ട് കമ്പനികളിൽ നമ്പർ 1 പൊസിഷനിലുള്ളത്. 2ാമത്തെ 3ാമത്തെ കമ്പനികളുടെ ടേൺ ഓവർ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പോലും എത്തില്ല. ആ ലെവലിലേക്ക് കമ്പനി വളർന്നു. നമ്മൾ ഈ സൂമിലുള്ള ബെൽനിസാറ മുഴുവൻ ടീമും ബിസിനസ് നിർത്തി കഴിഞ്ഞാൽ പോലും മൈലേഷ്യൽ എന്ന കമ്പനി അറിയ പോലും ഇല്ല. മമ്മൂട്ടി ഒരു അഭിമുഖത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മലയാള സിനിമ വേണം, അതായത് മമ്മൂട്ടിക്ക് സിനിമ വേണം,
പക്ഷെ സിനിമക്ക് മമ്മൂട്ടിന് ആവശ്യമില്ല. എന്താ പറഞ്ഞതിനർത്ഥം? മമ്മൂട്ടി ഇല്ലെങ്കിലും സിനിമ മുന്നോട്ട് പോകും, വേറെ നടന്മാരുണ്ടാവും അല്ലേ? പക്ഷെ മമ്മൂട്ടിക്ക് എന്താ കിട്ടണമെങ്കിൽ എന്ത് വേണം? സിനിമ ചെയ്യണം. അതുകൊണ്ട് സിനിമ എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ സിനിമക്ക് മമ്മൂട്ടിനൊന്നും ആവശ്യമില്ല, അത് നടന്നു പോയിക്കോളും. ഇതേപോലെ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങോട്ട് നിർത്തിക്കാളാം, എന്നിട്ട് ലീഡർ ഒന്ന് പഠിക്കട്ടെ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. ലീഡർ അടുത്ത ആളിലേക്ക് പോകണം. കുറെ നോക്കും, കുറെ സംസാരിക്കും, പറഞ്ഞു നോക്കും, ഉപദേശിച്ചു നോക്കും, സപ്പോർട്ട് കൊടുത്തു നോക്കും. ഒരു കാര്യമില്ലേ, അടുത്ത ആളിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ അരി വാങ്ങണ്ടേ? നിങ്ങളെ മാത്രം പ്രതിച്ചിട്ടുണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത്രേ ഇതിനകത്തുള്ളൂ. നമുക്ക് വേണോ, നമ്മൾ ചെയ്യാം. ഒരാപ്ലെയും ലീഡറെ ഒരാളെയും കാത്തിരിക്കണ്ട. ഇതിനാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരാതി ഉണ്ടാവുക ആരോടെന്ന് അറിയാം? നേരെ അപ്ലെയിൻ ലീഡറോടായിരിക്കും പരാതി ഉണ്ടാവുക. അയാളായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ പാവം ഏതോ ഒരു സമയത്ത് പോകാൻ പറ്റിയില്ല, അപ്പൊ പറഞ്ഞു അയാളുണ്ടല്ലോ ശ്രീജിത്ത് സാറല്ലേ, പഴയ പോലെ ഒന്നല്ല, വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. കൂടെ നിന്ന് വർക്കിന് വരുന്നു. സാർ അയാൾക്ക് ടീം ഒരുപാട് വലുതായി. നിങ്ങളെപ്പോലെ 3-4 ലീഡേഴ്സ് വേറെ ഉണ്ടാവും. അവരുടെ ടീമിലൊക്കെ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് പോകേണ്ടതുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കൊക്കെ മനുഷ്യനാണ്, ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് വലുതായിരുന്നു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇനി കൂടുതൽ ഇതിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റിയിലേക്ക് ഞാൻ എത്തണം എന്ന് നിങ്ങളും തീരുമാനിക്കുക. അപ്പൊ മാത്രമേ ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും പോകും. നിങ്ങൾ പവർഫുൾ ആവുന്ന സമയത്താണ് നിങ്ങളിൽ ടീമിന് വിശ്വാസം ഉണ്ടാകുന്നത്. എന്റെ ടീമിൽ എന്ത് പ്രയാസങ്ങളും എന്നേക്ക് മേലോട്ട് പോകാറില്ല. അതിന്റെ എൻഡ് ഞാനാ. പരമാവധി പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ അവിടെ തീരുമാനമാക്കും. അതിനപ്പുറത്തേക്ക് പോകണം മിക്കവാറും ഏതെങ്കിലും കേസിൽ അപ്ലൈൻ ലീഡേഴ്സിനെ ബന്ധപ്പെടും, ബിസ് സാറിനെ അല്ലെ വെല്ലൻ സാറിനെയൊക്കെ. ഒരുവിധം കേസൊക്കെ ഇനി അതും അല്ലെങ്കിൽ കമ്പനിക്ക് നേരിട്ട് വിളിക്കും, അവിടെ തീരുമാനമാക്കും. മിക്കവാറും എന്റെ ടീമിൽ ഒരു കാര്യത്തിന് ഇടപെടേണ്ട ആവശ്യം പോലും ലീഡേഴ്സിന് ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ ആയി മാറണം, ആ ലെവലിലേക്ക്. അങ്ങനെ തന്നെ ടീമിനെ പഠിപ്പിക്കുകയും വേണം. ലീഡേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ചില ആളുകൾക്ക് ഹോം മീറ്റിംഗ് എടുക്കാനും പിന്നെ പ്രസന്റേഷൻ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ ലീഡറിനെ ചെയ്തിട്ട് ഇയാൾക്ക് ഒരു അവസരം കൊടുക്കണ്ടേ, എന്നാലല്ലേ ഇത് ചെയ്യാൻ കഴിയൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട്. റാങ്ക് വൈസ് ഒന്നും നോക്കരുത്. തുടക്കത്തിൽ വരുന്ന ആൾക്ക് തന്നെ നല്ല സ്കില്ലുള്ള ആളുകൾ ആ ലെവലിലേക്ക് പഠിപ്പിച്ച് ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരണം. ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ ഇദ്ദേഹത്തിന് ഒന്ന് കൂടുതൽ കെയർ ചെയ്യാം, ഇദ്ദേഹത്തിന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാം, അങ്ങനെ ലീഡർഷിപ്പിലേക്ക് എത്തിക്കണം. അപ്പൊ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഇന്നലെ എത്തിയത്, ഞാൻ അനിൽ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, തൊടുപുഴ ആയിരുന്നു. തൊടുപുഴ GTS പങ്കെടുത്തു. ഏകദേശം തൊടുപുഴയും കോതമംഗലത്തും പെരുമ്പാവൂരുമായിട്ട് നല്ല ടീം വരുന്നു. നമുക്കുള്ള ഒരു ഗുണം എന്താ? അവിടെ തൊടുപുഴ ഹോം മീറ്റിംഗ് സെന്ററും ഉണ്ട്, മൂവാറ്റുപുഴ സ്റ്റോറും ഉണ്ട്. ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് പോലും കൊണ്ടുപോകണ്ട. ഏകദേശം 40,000 രൂപന്റെ പ്രോഡക്റ്റ് അവിടെ പർച്ചേസ് ചെയ്തത് ഞങ്ങൾ ഇവിടുന്ന് ഒരു സാധനം പോലും കൊണ്ടുപോയിട്ടില്ല. ഇത് നമ്മളെ ബിസിനസിന്റെ ഒരു ഗുണമല്ലേ? തിരുവനന്തപുരത്താണോ, കൊല്ലത്താണോ, ആലപ്പുഴ ആണോ, എറണാകുളത്താണോ, തൃശ്ശൂർ, ഒരുവിധം ജില്ലകളിൽ മാത്രമല്ല എല്ലാ സിറ്റികളിലും മീറ്റിംഗ് സെന്ററും ഉണ്ട്, സ്റ്റോറും അവൈലബിൾ ആണ്. നിങ്ങൾ ചായ കുടിക്കാൻ കയറുന്ന കടയിൽ, തിരക്കില്ലാത്ത കടയിൽ ചായ കുടിച്ച സമയത്ത് ചായ തന്ന ചേട്ടനോട് സംസാരിക്കുക, കച്ചവടം എങ്ങനെയുണ്ട് ചേട്ടാ? അദ്ദേഹം പറയും കഷ്ടപ്പാട്. ഓട്ടോറിക്ഷ പിടിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കുക ഓട്ടോക്ക് ഉണ്ടോ, എന്താണ് അവസ്ഥ? അദ്ദേഹം പറയും അതിന്റെ പ്രയാസങ്ങൾ. അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ട്, ഒരു അഡീഷണൽ ഇൻകം ആവശ്യമുണ്ട്, നമുക്ക് ചുറ്റുള്ള ആളുകൾക്കൊക്കെ വരുമാനം ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അവനോട് എങ്ങനെ പറയും, ഇവനോട് എങ്ങനെ പറയും, അവരെന്ത് വിചാരിക്കും, ഇത് ഞാൻ പറഞ്ഞാൽ അവർ ഏറ്റെടുക്കുമോ? സർ, അവർ ഏറ്റെടുക്കല് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തം പറയൽ മാത്രമേ ഉള്ളൂ. ഏറ്റെടുക്കണോ വേണ്ടത് അവർ തീരുമാനിച്ചു. ആ കാര്യം നിങ്ങൾ ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. നല്ല കപ്പാസിറ്റി ഉള്ള ഡയമണ്ടിലേക്ക് എത്തേണ്ട ലീഡറാണ് നിങ്ങൾ പറയാതെ ഇട്ടിറങ്ങി, നിങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി അയാളെ വിട്ടത്. അടുത്ത ആള് ഒരു മൈലേജ് ചേരനാൻ വരുമ്പോൾ അവന്റെ കുടുംബക്കാരനോ അല്ലെങ്കിൽ അയൽവാസിയോ സുഹൃത്തൊക്കെ ഉള്ള ആള് അയാളെ കൊണ്ടുവരും. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് ആര് വിജയിപ്പിക്കും, ആര് വിജയിപ്പിക്കില്ല, ആർക്ക് ശരിയാവും, ആർക്കൊക്കെ ശരിയാവില്ല എന്ന് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുതിയ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 10 ആളെങ്കിലും മെഗാ പ്രോഗ്രാം നിങ്ങളെ ഈ ഒരു ഇവന്റിലേക്ക് പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ വന്ന ആളെക്കാൾ കൂടുതൽ കപ്പാസിറ്റിയോട് കൂടി ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളായിട്ട് അവർ മാറും. കാരണം പ്രധാന ലീഡേഴ്സ് ഒക്കെ പങ്കെടുക്കും, അവരവരുടെ എക്സ്പീരിയൻസ് പറയും. ഇത്ര വർഷം കൊണ്ട് എന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കി, വിത്ത് പ്രൂഫ് അവിടെ കാണിക്കും, ഒരു സംശയത്തിന് പോലും സാധ്യത ഇല്ലാത്ത രീതിയിൽ.
അത് അവരിൽ വലിയ മാറ്റങ്ങൾ, ചിന്തകൾ കൊണ്ടുവരും. ഞാൻ പോയത് പെരുമ്പാവൂര് തൊടുപുഴ പോയ ആൾക്ക് മരത്തിന്റെ കച്ചവടം. ഇപ്പൊ അവർ പറയുന്നത് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തോളമായി കച്ചവടമില്ല, വളരെ കുറവാണ്. കാരണം എന്താ? ഓരോ മേഖലയിലും പ്രതിസന്ധികളുണ്ട്. മരത്തിന്റെ മേഖലയിൽ പ്രതിസന്ധി വന്നിട്ടുണ്ട്. കാരണം ഡോറുകളൊക്കെ ഇമ്പോർട്ടഡ് ഡോറുകൾ വരാൻ തുടങ്ങി. പ്ലൈവുഡിന്റെ ഒക്കെ നല്ല ഫർണിച്ചറുകൾ, കബോർഡ് കാര്യങ്ങൾ വരാൻ തുടങ്ങി. മരം ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം മരത്തിന് 100% വിശ്വസിക്കാൻ കഴിഞ്ഞോളന്നില്ല. കമ്പനി പ്രോഡക്റ്റുകൾക്ക് വാറണ്ടി ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. മുമ്പൊക്കെ തേക്കിന് ഭയങ്കര വിലയായിരുന്നു, അപ്പൊ അതൊക്കെ കുറഞ്ഞു.